സത്യത്തിൽ വെടിമരുന്ന് തീർന്നിരിക്കുകയാണ് ഞാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വെടിമരുന്നിന് അംസാക്ക തീ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനാരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ട് പല പദവികളും ഏറ്റെടുക്കാതിരിക്കുന്ന അംസാക്കയെ പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലടക്കം പ്രസംഗത്തിന് വിളിക്കാറുണ്ട്. എന്നെക്കൊണ്ടാവില്ല, ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പാർട്ടിക്കൊരു പ്രശ്നം വന്നാൽ മരണശയ്യയിൽ നിന്ന് എണീറ്റ് വന്ന് ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള അംസാക്കയെ പോലുള്ള ജീവിതം സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന ബോധ്യം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ക്യാമറ വേദിയിലേക്കല്ല തിരിക്കേണ്ടത്, പിറകിലേക്കാണ്. കാരണം കോൺഗ്രസിൻ്റെ വേദിയിലൊക്കെ നിറയെ ആളുണ്ടാവും, സദസ്സിൽ ആളുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സിൽ ഉള്ള ആൾക്കൂട്ടം, അതാണ് ഞങ്ങളുടെ കരുത്ത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ വെടിമരുന്നില്ല എന്ന്. കാരണം അസുഖമായി വന്നതാണ്. അംസാക്കയുടെ പ്രസംഗം കേട്ട് ചിരിച്ച് ഉള്ള ആരോഗ്യം കൂടി പോയ അവസ്ഥയിലാണുള്ളത്. പക്ഷെ ഞാൻ ഇന്നലെ ഒന്ന് ഭയപ്പെട്ടു. ഇന്നലെ അൻവറിൻ്റെ പ്രസംഗം ലൈവായി കേൾക്കുകയാണ്. ഇടയ്ക്കൊന്ന് കറണ്ട് പോയി വന്നു. അപ്പോൾ വേദിയിൽ അംസാക്കയുണ്ട്, സംസ്ഥാന നേതാവ്, ജില്ലാ നേതാവ്, അങ്ങനെ നേതാവ് അംസാക്ക ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ച് പടച്ച തമ്പുരാനെ, സൈനാത്ത വൈതെറ്റി കയറി പോയ മാതിരി ആൾക്കൂട്ടം കണ്ട് അംസാക്ക അങ്ങോട്ട് കയറി വന്നു. നോക്കുമ്പോൾ ആ അംസ മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ നേതാവ് അംസയാണ്. ലീഗിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കുകയാണ്. അൻവറിൻ്റെ പരിപാടിക്ക് അവർക്ക് പോകണം, പക്ഷേ അവിടെ ലീഗിൻ്റെ കൊടി വീശാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് വയനാട്ടിലേക്ക് പോകണം, അവിടെയും ലീഗിൻ്റെ കൊടി വീശാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നിടത്തൊന്നും കൊടി വീശാൻ കഴിയാതെ BJPക്കാർക്ക് നാരങ്ങ വെള്ളം കൊടുത്ത് ജീവിതം കഴിയേണ്ടുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ലീഗുള്ളത്. ഞാൻ അവരെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അൻവർ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെടി പൊട്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം 2 IPS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവിടെ ആരോപണം പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രസംഗത്തിൽ മാത്രമാണ് അൻവർ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല, മറ്റെവിടെയും പരാതി കൊടുത്തിട്ടില്ല. ആ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുപോലെ കേരളത്തിലെ സകല ചാനലുകളെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ADGP അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറഞ്ഞു, പോലീസിലെ സകല പുഴിക്കുത്തുകളെയും പിടിച്ച് പുറത്തിടും. മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിൻ്റെ ആരോപണങ്ങൾ അൻവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോയാലും ഗൗരവത്തോടെ പരിഗണിക്കും എന്നാണ്. അതുകൊണ്ടാണല്ലോ ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, മലപ്പുറം SPയെ സ്ഥാനത്ത് നിന്ന് മാറ്റി, ഒരുപാട് DYSPമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇതെല്ലാം ചെയ്തു. പിന്നീടാണ് അദ്ദേഹം പരാതികളൊക്കെ കൊടുത്തത്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഞാനതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അന്വേഷണം നടത്തി ഈ DGP കുറ്റവാളിയാണെന്ന് കണ്ടാൽ ആൾക്കെതിരെ നടപടിയെടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അതൊരു അനുഭവ സാക്ഷ്യമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയാണ്. കേരളത്തിന് ഒരു DGP ഉണ്ടായിരുന്നു, സെൻകുമാർ. ആ സെൻകുമാറിനെ നമുക്കറിയാം ആരാണെന്ന്. മാറാട് കലാപം നടന്നപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അശോക് സിംഗാൾ വന്ന് മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായ രൂക്ഷമായ ഭാഷയിൽ ഉന്മൂലനം ചെയ്യുമെന്നുള്ള രൂപത്തിൽ പ്രസംഗിച്ചു. അതിനെതിരെ കേസെടുത്തു. ആ കേസ് എഴുതി തള്ളിയത് ഈ സെൻകുമാറാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ABVPയുടെ സമരം നടന്നപ്പോൾ
അവിടെ എത്തിയ CIA ABVP-ക്കാർ ബോംബെറിഞ്ഞു കാല് തകർത്തു. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ആ ലാത്തിച്ചാർജ് നടത്തുന്ന പോലീസുകാർക്കിടയിൽ സെൻകുമാർ എന്ന് പറയുന്ന DGP വരികയാണ്. അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ പോലീസുകാരൻ്റെ നെയിം സ്ലിപ്പ് പിടിച്ച് വലിച്ചെറിഞ്ഞ് അയാളെ അവിടെ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. അതായത് RSSനെതിരെയുള്ള ഒരു നീക്കത്തിനും, ഒരു ചെറിയ നീക്കത്തിന് പോലും സമ്മതിക്കാത്ത സെൻകുമാറിനെ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ആള് എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രി അയാൾ പുറത്താക്കി. DGP സെൻകുമാറിനെ മാറ്റി. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ, എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിവുറ്റ ഒരു DGP ആയ സെൻകുമാറിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയ സെൻകുമാറിന് വേണ്ടി സൗജന്യമായി കേസ് വാദിച്ച മനുഷ്യൻ്റെ പേര് നവാസ് ബീരാൻ എന്നാണ്. അയാൾ ലീഗിൻ്റെ നേതാവാണ്. അയാൾ സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നു, ഇല്ലേ? എന്നിട്ട് ചന്ദ്രിക പത്രത്തിൽ ആ സമയത്ത് ഒരു ലേഖനം വന്നു. ഇതാണ് ആ ലേഖനം. ചാനലുകാർക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിണറായിയെ വീഴ്ത്തിയ ആരിസ് ബീരാനെ അറിയുമോ? പിണറായിയെ വീഴ്ത്തിയ എന്ന് പറഞ്ഞാൽ പിണറായി നടന്നു പോകുമ്പോൾ കാല് വെച്ച് വീഴ്ത്തിയല്ല. ഈ DGP സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ സൗജന്യമായി കേസ് വാദിച്ച് ജയിച്ച് ഈ സെൻകുമാറിനെ തിരിച്ച് കേരളത്തിൻ്റെ DGP ആക്കിയ, അങ്ങനെ പിണറായിയെ കാല് വെച്ച് വീഴ്ത്തിയ ആരിസ് ബീരാനെ അറിയുമോ? ചന്ദ്രികയിലെ ലേഖനാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അഭിമാനിക്കാം ഓരോ KMCC-ക്കാരനും ലീഗ് പ്രവർത്തകനും. പിണറായി സർക്കാരിനെ മുട്ടുകുത്തിച്ച സെൻകുമാർ കേസ് ഏറ്റെടുത്ത് സൗജന്യമായി വിജയിപ്പിച്ച അഡ്വക്കേറ്റ് ആരിസ് ബീരാന്, ഡൽഹി മേഖല KMCC-യുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിസ് ബീരാന് അഭിവാദ്യങ്ങൾ. ആരാണ്? മുസ്ലിം ലീഗ്. കഴിഞ്ഞില്ല, തിരിച്ചടികളുടെ മാലപ്പടക്കം. സെൻകുമാറിൻ്റെ ചിത്രം വെച്ച് ഈ പോസ്റ്റ് ചെയ്ത ആളുടെ പേരെന്താ അറിയോ? സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായ നിങ്ങൾക്ക്? ലീഗിൻ്റെ നേതാവ്. മാറാട് കലാപത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ അശോക് സിംഗാളിനെതിരെയുള്ള കേസ് പിൻവലിച്ച സെൻകുമാറിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആരാണ്? മുസ്ലിം ലീഗാണ്. കഴിഞ്ഞില്ല, മൗദൂദികളുണ്ട് അവിടെ.